Yes, good afternoon to all, and we are discussing some characters of living organisms, how the living organisms change with the surroundings or changes in the surroundings, and we are discussing that point. In the last class we discussed that living organisms has to depend upon the surroundings to satisfy the basic requirements. So the living organisms are highly bothered about the changes in surroundings. When the surrounding changes, environment changes from place to place and from time to time. So when the surrounding changes, living organism has to adjust with the surroundings, because the success of the living organism depend upon what? Maximum adjustment. We have to adjust with the surroundings in which we are living, because we have to perform maximum life activities. Oru organism's life depend on success life activities has to be performed maximum. Life activity maximum perform cheyadengil aa organism surroundings umayittu adjust cheyidhe pattu, because surroundings maarikondirikkunnu, living organism has to adjust with that. So living organism is always bothered about the changes in surroundings. Surroundings il nadakkunna changes ne kurichittu living organism eppozhum sense cheyidondeyirikkum. And we are explained that there are two things you have to maintain. Living organism try to maintain the internal environment, whatever the external may be. കാരണം പുറത്ത് എന്ത് ചേഞ്ച് ഉണ്ടായാലും ലിവിങ് ഓർഗാനിസം ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദ പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസം കീപ്പിംഗ് എ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ്, trying to keep a constant internal environment is called as homeostasis. അത് ഡിസ്കസ് ചെയ്തു. ആൻഡ് ലിവിങ് ഓർഗാനിസം ഹാസ് ടു ഡു മെയിൻ തിങ്സ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം, രണ്ട് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? തെർമോ റെഗുലേഷൻ എന്ന് പറയും. The process by which living organisms are controlling, adjusting the temperature is called as thermoregulation. And the living organism keeping a constant osmotic concentration of the cell sap is called as what? Osmoregulation എന്ന് പറയും. രണ്ട് കാര്യങ്ങളാണ് ഓർഗാനിസത്തിന് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഒന്ന് ഇന്റേണൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇന്റേണൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് തെർമോ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ സെൽസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയും. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് അത് സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് 4 groups of living organisms are there. ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ 4 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യും. ഏതിന്റെ അടിസ്ഥാനത്തിൽ? റെസ്പോൺസ് ഓഫ് ലിവിങ് ഓർഗാനിസം ടു അബയോട്ടിക് ഫാക്ടേഴ്സ്. സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന അബയോട്ടിക് ഫാക്ടേഴ്സിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ലിവിങ് ഓർഗാനിസം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വി ക്ലാസിഫൈഡ് ഇൻടു 4 കാറ്റഗറീസ്. ഇമ്പോർട്ടന്റ് ആണ്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. See how the living organism, എല്ലാ ലിവിങ് ഓർഗാനിസം ഒരുപോലെ അല്ല. ലിവിങ് ഓർഗാനിസംസ് ആർ ഇന്യൂമറബിൾ നമ്പർ. അപ്പൊ ഓരോ ലിവിങ് ഓർഗാനിസം ഓരോ തരത്തിലാണ് സറൗണ്ടിങ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട്, ഏതിനെ ബേസ് ചെയ്തിട്ട്? ലിവിങ് ഓർഗാനിസം ഹൗ റെസ്പോണ്ട് ടു സറൗണ്ടിങ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ഗ്രൂപ്പായി തിരിക്കാം. See this is a figure number in the textbook, figure number 13.3. important diagram 13.3 എന്നുള്ള ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. സി, ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഈ എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കുന്നത്, ഈ എക്സ് ആക്സിസിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. ഈ ആക്സിസിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ആക്സിസിൽ, വൈ ആക്സിസിൽ ഇന്റേണൽ എൻവയോൺമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രാഫ് 13.3 എന്നുള്ള ഈ ഡയഗ്രം, ഈ ചാപ്റ്റർ എന്നുള്ള ഫസ്റ്റ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ഡയഗ്രം ആണ്, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് വരച്ചു പഠിക്കണം. സേ ഹൗ ദ ലിവിങ് ഓർഗാനിസംസ് ആർ റെസ്പോണ്ടിങ് ടു ദ ചേഞ്ചസ് ഇൻ സറൗണ്ടിങ്സ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണത്. ദർ ആർ 4 കാറ്റഗറീസ് ആർ ദർ. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി ഈസ് കോൾഡ്, a group of organisms are called regulators. See, first group of living organisms are called regulators. First category is called as regulators. Some of the organisms are
called as regulators. അറിയാം, വാക്കറിയാം. നമുക്ക് റെഗുലേറ്റർ ഉണ്ട്, ഫ്രിഡ്ജിന്റെയും ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ റെഗുലേറ്റർ ഉണ്ട്. Regulators means organisms are keeping a constant internal environment, whatever the external may be. Some of the living organisms are always trying to keep a constant internal environment by various mechanisms. Such organisms which are always keeping a constant internal environment irrespective of the external environment are called as regulators. They regulate, they control their internal environment by various mechanisms. Such organisms which are regulating, keeping constant internal environment irrespective of external environment. The meaning, ചില ഓർഗാനിസംസ് പുറത്ത് എന്ത് ചേഞ്ചസ് വന്നാലും ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. Such organisms are called as regulators. And in the graph, regulators are represented like that. ഇങ്ങനെ ഒരു ഗ്രാഫിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടാവും, ആ ലൈനിൽ റെഗുലേറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. Regulators means organisms which are keeping a constant internal environment. You see, external environment changes, അത് മാറിക്കൊണ്ടേ പോകും. But these organisms keep a constant internal environment. അങ്ങനെ ഈ ഇന്റേണൽ എൻവയോൺമെന്റ് എക്സ്റ്റേണൽ എത്ര മാറിയാലും ഇന്റേണൽ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. Such organisms are called what? Regulators എന്ന് പറയും. They regulate a constant internal environment whatever the external may be. Such organisms are called regulators or warm-blooded organisms. We have heard about it. Warm-blooded organisms. Blood warm എന്നല്ല അർത്ഥം. Warm-blooded organisms are otherwise called as in ecology, they are called as regulators. എന്താ റെഗുലേറ്റർ എന്ന് പറഞ്ഞാല്? വാം ബ്ലഡ് എന്ന് പറഞ്ഞാല് ഇന്റേണൽ എൻവയോൺമെന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയി നിർത്തുന്ന ഓർഗാനിസംസ് ആണ് വാം ബ്ലഡഡ് ഓർഗാനിസംസ്. ഗ്രാഫിൽ കാണാം, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ത് മാറിയാലും ഇന്റേണൽ എൻവയോൺമെന്റ് അത് കോൺസ്റ്റന്റ് ആക്കും ബൈ വേരിയസ് മെക്കാനിസംസ്. മാമൽസ് ആർ എക്സാമ്പിൾസ്. നമ്മളൊക്കെ വാം ബ്ലഡഡ് ഓർഗാനിസംസ് ആണ്. മെയിൻലി ദേ ആർ ട്രൈങ് ടു കീപ് ടെമ്പറേച്ചർ ആൻഡ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. രണ്ട് കാര്യങ്ങളാണ് ഈ ഓർഗാനിസംസ് കീപ്പ് ചെയ്യല്. They are trying to keep a constant temperature. How they are keeping? See, in such mechanisms are there. In the birds are warm-blooded organisms. Mammals are warm-blooded organisms, or they are regulators. How we are keeping the temperature constant? See, temperature increase ചെയ്യുമ്പോ temperature external normal temperature, our temperature, നമ്മുടെ body temperature എത്രയാ? It is set up to 37 degrees Celsius ആണ്. എന്താ 37 വെക്കുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഈസ് സെറ്റ് അപ്പ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ്. വൈ? നമ്മുടെ ബോഡിയിലെ എൻസൈംസ് മാക്സിമം വർക്ക് ചെയ്യുന്നത് എത്രയിലാണ്? 37 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ വാട്ട് ഹാപ്പൻഡ്? നമ്മുടെ ബോഡി എപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ ആക്ടിവിറ്റീസ്, മെറ്റബോളിക് ആക്ടിവിറ്റീസ്, മാക്സിമം പെർഫോമൻസ് 37 ഡിഗ്രിയിലായതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി എപ്പോഴും എന്ത് ചെയ്യാൻ വിചാരിക്കും? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ആക്കി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അവർ ബോഡി ട്രൈ ടു കീപ് ദ ടെമ്പറേച്ചർ at 37 degrees Celsius. എന്തിനാ? To perform the life activities, metabolic activities maximum. എന്തിനാ metabolic activity maximum ആവുന്നത്? The success of the life depend upon maximum metabolic activity. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ എൻസൈംസ് മാക്സിമം വർക്ക് ചെയ്യുന്നത് 37-ലായതുകൊണ്ട് we have mechanisms to keep the body temperature at 37. എന്താ എക്സാമ്പിൾ? എന്താ? നമ്മുടെ ടെമ്പറേച്ചർ പുറത്ത് നല്ല ഹോട്ട് ക്ലൈമറ്റ് ആവുമ്പോ 40-45 ഡിഗ്രി ആവും. നമ്മുടെ ബോഡി എങ്ങനെ കീപ്പ് ചെയ്യും? സ്വെറ്റിംഗ് ഓഫ് ദ ബോഡി ഒക്കേഴ്സ്. അല്ലെ? ബോഡി സ്വെറ്റിംഗ് ഉണ്ടാവും. എന്തിനാ സ്വെറ്റിംഗ് ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് എ മെക്കാനിസം ടു റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ. In the plant body there is transpiration, you know, mechanism. It produces cooling effect on plant body. Similarly, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യാനുള്ള മെക്കാനിസം ആണ് എന്തെന്ന്? സ്വെറ്റിംഗ് ഓഫ് ദ ബോഡി ഒക്കേഴ്സ് when the temperature increases outside. പുറത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 40-45 ആവുമ്പോൾ നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ സ്വെറ്റിംഗ് ഓഫ് ദ ബോഡി ഒക്കേഴ്സ് to reduce the body temperature. And when the temperature go beyond,
വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ 10 ഡിഗ്രിയോ 15 ഡിഗ്രി ആവുമ്പോ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഷിവറിംഗ് ഓഫ് ദ ബോഡി ഒക്കേഴ്സ്. മസിൽസിന്റെ ഷിവറിംഗ് ആണ്. മസിൽ ഷിവറിംഗ് ആവുമ്പോ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന ഒരു മെക്കാനിസം ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെയാണ് എന്തുണ്ടാവുന്നത്? തണുപ്പ് കൂടുമ്പോ നമ്മുടെ ബോഡിക്ക് മസിൽസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നു. നമ്മൾ അതിന് ഷിവറിംഗ് എന്ന് പറയുന്നു. എന്തിനാ? ഷിവറിംഗ് ഈസ് എ മെക്കാനിസം ടു ഇൻക്രീസ് ദ ബോഡി ടെമ്പറേച്ചർ. Sweating is a mechanism to reduce the body temperature. So like that, in birds, how it keep a temperature? In the birds, in the mechanism, body is covered by feathers. In mammals, body is covered by hair. എന്തിനാ ഈ മെക്കാനിസം ഒക്കെ? ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാനുള്ള മെക്കാനിസം ആണ് ബോഡി ഈസ് കവേർഡ് ബൈ ഫെദർ അല്ലെങ്കിൽ ബോഡി ഈസ് കവേർഡ് ബൈ ഹെയർ. ഇതൊക്കെ നമ്മുടെ ടെമ്പറേച്ചർ വാം ബ്ലഡ് ഓർഗാനിസത്തിന്റെ അഡാപ്റ്റേഷൻ ആണ്. എന്തിനാ? ഉള്ളിലുള്ള ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കാനുള്ള മെക്കാനിസംസ് ആണ്. അങ്ങനെ പല മെക്കാനിസംസ് കൊണ്ട് ഇന്റേണൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കുന്ന ഓർഗാനിസത്തിനാണ് എന്ത് പറയുന്നത്? വി ആർ കോളിംഗ് ആസ് റെഗുലേറ്റേഴ്സ് ഓർഗാനിസംസ്. They have various mechanisms. ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾഡ് ആവുമ്പോ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിവറിംഗ് ഉണ്ടാവും. ഇതൊക്കെ മെക്കാനിസംസ് ആണ്. അങ്ങനെ ഏതെങ്കിലും മെക്കാനിസം വെച്ചിട്ട് ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആക്കുന്ന ഓർഗാനിസംസിനാണ് എന്ത് പറയുന്നത്? They are called as regulators or warm blooded organisms. Second category comes, they are called as conformers. They are called as conformers. You see, conformers are represented in this manner. Graphil ingana conformers represent cheyunnathu. What is the meaning of that? Internal environment changes with external environment. Internal external environment change ആവുമ്പോ external temperature change ആവുമ്പോ internal environment change ആയിക്കൊണ്ടേ പോകുന്നു. Such organisms are called conformers. Organisms in which external environment, internal environment changes with the external environment. Why mammals are the most successful organisms of the world? Endunda? They are regulators. In the body of regulators or mammals, the activities maximum life activities ഏറ്റവും നന്നായി നടക്കല് ഏത് ഓർഗാനിസത്തിലാണ്? റെഗുലേറ്റേഴ്സിലാണ്. കാരണം അതിന്റെ ബോഡിക്കുള്ളില് ടെമ്പറേച്ചറും പ്രഷറൊക്കെ കോൺസ്റ്റന്റ് ആവും. മീൻസ് ഓൾ ഓർഗാനിസംസ് കനോട്ട് ഡു ദാറ്റ്. എല്ലാ ഓർഗാനിസത്തിലും അങ്ങനെയുള്ള കോൺസ്റ്റന്റ് ആക്കാനുള്ള റെഗുലേറ്റ് ആക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് കനോട്ട്. Plants cannot, because plants are more suffering the temperature etc. They have to face environmental conditions. അപ്പൊ പ്ലാന്റ്സിന് ഇല്ലേ ഇല്ല. അനിമൽസില് മിക്കവാറും അനിമൽസിലും എന്ത് കഴിവില്ല? റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ സച്ച് ഓർഗാനിസംസ് ഡു വാട്ട്? ആ ഓർഗാനിസംസ് എന്താ ചെയ്യല്? സച്ച് ഓർഗാനിസംസ് ആർ കോൾഡ് ആസ് കൺഫോമേഴ്സ് എന്ന് പറയും. കൺഫോമേഴ്സ് മീൻസ് they cannot regulate. ആ കൺഫോമേഴ്സിന് സെക്കൻഡ് കാറ്റഗറിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആക്കാനുള്ള മെക്കാനിസംസ് ഇല്ല. So what happens? In such organisms, internal environment changes with the external environment. See, internal environment changes with the external environment. External environment ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് internal environment ചേഞ്ച് ആവും. Such organisms are called conformers, or they are called as cold-blooded organisms. Such organisms are called conformers, or otherwise called cold-blooded organisms. Cold-blooded organisms പറഞ്ഞാൽ conformers പറഞ്ഞാൽ ഒരു മീനിങ് ആണ്. Fishes are conformers. ഫിഷസിന്റെ എക്സാമ്പിൾ ആണ്, ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കൺഫോമേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. കോൾഡ് ബ്ലഡിന്റെ എക്സാമ്പിൾ ആണ് ഫിഷസ്. They are called as cold-blooded organisms. Why? They cannot regulate the body temperature or body conditions. എത്ര ഫിഷിന്റെ ബോഡി ടെമ്പറേച്ചർ ചോദിച്ചാൽ what is the answer for that? ഫിഷിന്റെ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? എന്താ ആൻസർ? ഇതാണ്. അത് ജീവിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചറാണ് അതിന്റെ ബോഡി ടെമ്പറേച്ചർ. ഫിഷസിന്റെ ബോഡി ടെമ്പറേച്ചർ അത് ജീവിക്കുന്ന വെള്ളത്തിലെ ടെമ്പറേച്ചറാണ്. സി ഫോർ എക്സാമ്പിൾ, ഹോട്ട് വാട്ടറിൽ നല്ല 15-30 ഡിഗ്രിയുള്ള വെള്ളത്തിലാണ് ഫിഷ് ജീവിക്കുന്നതെങ്കിൽ ഫിഷിന്റെ ബോഡി ടെമ്പറേച്ചർ 30 ആയിരിക്കും, 30 ആയിരിക്കും. 10 ഡിഗ്രിയുള്ള വെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഫിഷിന്റെ ബോഡി ടെമ്പറേച്ചർ 10 ആയിരിക്കും. കാരണം എന്താ? അത് ജീവിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ആണ് അതിന്റെ ബോഡി ടെമ്പറേച്ചർ.
എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് കോൺസ്റ്റന്റ് ആക്കാൻ പറ്റൂല. Such organisms in which the body temperature or internal environment changes with external environment is called as what? They are called as conformers or cold-blooded organisms. In such organisms, the internal environment is changes with the external environment. They cannot regulate their internal conditions. പുറത്തെന്താണോ അതാണ് അതിന്റെ ഈ ഉള്ളിലും അതാണ്. പുറത്ത് ചേഞ്ച് ആവുമ്പോ ഉള്ളിലും ചേഞ്ച് ആവും. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്? എന്താ റിസൾട്ട് ചോദിച്ചാല് അതിന്റെ ബോഡിയില് മെറ്റബോളിക് ആക്ടിവിറ്റി മാക്സിമം ആയിരിക്കൂല. അതിന്റെ ബോഡിയിലും എൻസൈം ഉണ്ടാവും, അതിന്റെ ബോഡിക്കും അതിന്റെ എൻസൈമിനും ഒരു ഒപ്റ്റിമം ഉണ്ടാവും. പക്ഷേ പുറത്ത് ചേഞ്ച് ആവുമ്പോൾ എന്താവും, ഇതിന്റെ എൻസൈമിന്റെ ആക്ടിവിറ്റി മാറും, മെറ്റബോളിക് ആക്ടിവിറ്റി കോൺസ്റ്റന്റ് അല്ല. ചിലപ്പോ നല്ല കണ്ടീഷൻ ആവുമ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റി ഓക്കെയാണ്, കണ്ടീഷൻ മോശമാണെങ്കിൽ, എക്സ്റ്റേണൽ കണ്ടീഷൻ മോശമാണെങ്കിൽ ഇതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി മാക്സിമം ആയിരിക്കില്ല. അപ്പൊ എന്താ, കോൾഡ് ബ്ലഡ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ആക്ടിവിറ്റീസ് എപ്പോഴും മെറ്റബോളിക് ആക്ടിവിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ. മാമൽസിന്റെ അത്ര ലൈഫ് ഫിഷസിന്റെ സക്സസ്ഫുൾ അല്ല. കാരണം മാമൽസിന്റെ ബോഡിയിൽ മെറ്റബോളിക് ആക്ടിവിറ്റി എപ്പോഴും മാക്സിമത്തിലായിരിക്കും. എപ്പോഴും അല്ല, ട്രൈ ടു കീപ് മാക്സിമം. ഫിഷിന്റെ ബോഡിയിൽ അങ്ങനെയല്ല, അതിന്റെ ബോഡി ടെമ്പറേച്ചർ മാറുമ്പോ അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി മാറും, അതിനകത്ത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂല. സോ നമ്മൾ രണ്ട് ഗ്രൂപ്പ് പറഞ്ഞു. ഓർഗാനിസംസ് which are keeping a constant internal environment are called regulators. Organisms in which internal environment changes with the external environment are called as conformers. Then അപ്പൊ രണ്ട് കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞു. Then ടെക്സ്റ്റില് ഒരു ലൈൻ കൂടെ വരച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസം ഉണ്ടാവും. കാരണം റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കൺഫോം ചെയ്യാൻ പറ്റൂല. So they will do another mechanism called migrators. They are called as third group of living organisms are called as migrators. And the migrators, you might have heard about birds are there. Some of the birds are migrators. And the migration, you know that what is migration? Migration means movement of migratory birds are there. നിങ്ങൾക്ക് അറിയുന്ന വാക്കാണ് മൈഗ്രേഷൻ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകലാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിട്ട്. But in ecology, migration means, you might have heard about birds called as Arctic tern. There is a bird example. Migratory birds are there. Migratory fishes are there. Migratory butterflies are there. എന്താ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. Long distance movement of living organism as a group is called migration. So remember that. 2 points you have to remember. വെറുതെ പോയാ പോരാ, ലോങ് ഡിസ്റ്റൻസ് മൂവ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഇവിടുന്ന് കാസർഗോഡേക്ക് പോയിട്ട് വന്നാല് മൈഗ്രേഷൻ ആവില്ല. ലോങ് ഡിസ്റ്റൻസ് മൂവ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ആസ് എ ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യണം. To overcome the unfavorable condition is called as migration. See, എന്തിനാണ് വെച്ചത്, ലോങ് ഡിസ്റ്റൻസ് മൂവ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം as a group to overcome unfavorable condition is called as migration. അല്ലാതെ വെറുതെ പോയ മൈഗ്രേഷൻ അല്ല. So such organisms, Arctic tern is the best example. എന്താ, it move every year. Arctic tern സൈബീരിയന്ന് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മൂവ് ചെയ്യും. എർത്തിന്റെ നോർത്ത് പോള്, അതിന്റെ ഹാബിറ്റാറ്റ് നോർത്ത് പോളിലാണ്, സൈബീരിയയിലാണ്. നോർത്ത് പോളിൽ നിന്ന് when it will migrate to south pole every year. നിങ്ങൾ ആലോചിക്കണം, അതിന്റെ നാട്ടില്, അതിന്റെ ലിവിംഗ് പ്ലേസില് വിന്റർ സീസൺ ആവുമ്പോഴാണ് അതിന്റെ റീപ്രൊഡക്ടറി ടൈം. അതിന്റെ വിന്റർ സീസൺ ആവുമ്പോ ഭയങ്കര തണുപ്പാവുമ്പോ അതിന് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റൂല. ആ സമയത്ത് അത് റീപ്രൊഡക്ഷന് വേണ്ടി നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മൂവ് ചെയ്യും. ഇൻ കേരള there are migratory birds are there. ആ സമയം നമുക്കറിയാം migratory birds are there. ആ migratory birds എവറി സീസൺ ആവുമ്പോ, നമ്മളെ നല്ല കാലാവസ്ഥ ആകുമ്പോൾ അത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വന്നിട്ട് ഇവിടെ വന്ന് റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് ഹാച്ചിങ് ഓഫ് ദി എഗ് ഉണ്ടായിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടായിട്ട് വീണ്ടും മടങ്ങിയിട്ട് നോർത്ത് പോളിലേക്ക് പോവും. എവറി ഇയർ
it will come to south pole and move to north pole. നിങ്ങൾ ആലോചിക്കണം, ഒരു പോളിൽ നിന്ന് മറ്റേ പോളിലേക്ക് വന്നിട്ട് വീണ്ടും അവിടത്തേക്ക് മടങ്ങിയെത്തണമെങ്കിൽ it has to travel how much kilometers? For example, എന്തിനാ വരുന്നത്? To avoid the extreme winter season for reproduction. അതിന് ആ സീസണിലാണ് എക്സ്ട്രീം വിന്റർ സീസണിൽ ജീവിക്കാൻ പറ്റൂല, അതിന് കൺഫേം ചെയ്യാൻ പറ്റൂല, അതിന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? അത് ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് we call it as what? Migrators. Long distance movement of living organism from one place to another place as a group to avoid the extreme unfavorable condition. Like that, similarly, fishes are migrating. Atlantic Ocean നല്ല cold climate ആവുമ്പോ Atlantic Ocean they will migrate to Arabian Ocean. Atlantic Ocean തണുപ്പ് കൂടുമ്പോ വെള്ളം 0 ഡിഗ്രിക്ക് താഴെ പോകുമ്പോ they cannot suffer, so they will move to the Arabian Ocean. എപ്പോഴ്? ജൂൺ ജൂലൈ സീസൺ, അതിന്റെ ബ്രീഡിംഗ് ടൈമാണ്. നമുക്കറിയാം ജൂൺ ജൂലൈയില് ട്രോളിംഗ് നിരോധനാണ്. ഫിഷിംഗ് ഈസ് നോട്ട് അലൗഡ് ഫോർ 45 days. അത് ഫിഷസിന്റെ ബ്രീഡിംഗ് ടൈമാണ്. പല കടലിൽ നിന്നും പല സ്ഥലത്തുനിന്നും ഫിഷസ് അറേബ്യൻ ഓഷ്യനിൽ വന്നിട്ട് അത് മൈഗ്രേറ്റ് ചെയ്യുന്ന ബ്രീഡ് ചെയ്യുന്ന സമയമാണ് നമുക്ക് ട്രോളിംഗ് നിരോധനം വരുന്നത് ജൂൺ ജൂലൈ സീസണിൽ. സോ ഫിഷസ് വിൽ മൈഗ്രേറ്റ് ഫ്രം അറ്റ്ലാന്റിക് ഓഷ്യൻ ടു അറേബ്യൻ ഓഷ്യൻ. ആലോചിക്കണം, എത്രയോ കിലോമീറ്റർ മൈഗ്രേറ്റ് ചെയ്യും. നമുക്കത് കാണുന്നില്ല. ബട്ടർഫ്ലൈസ് ആർ മൈഗ്രേറ്റിംഗ്, നമ്മൾ കാണാറില്ല. കാരണം എല്ലാ സമയത്തും എല്ലാ ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും നമുക്ക് കാണാൻ പറ്റില്ല. ചില സീസണിലേക്ക് കാണാൻ പറ്റൂ. ബിക്കോസ് ദേ ആർ മൈഗ്രേറ്റിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. എന്തിനാ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ദ എക്സ്ട്രീം അൺഫേവറബിൾ കണ്ടീഷൻ. അതിന് തണുപ്പ് സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നല്ല കാലാവസ്ഥയുടെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്, ഗ്രൂപ്പായി മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് മൈഗ്രേറ്റേഴ്സ്. Arctic terns best example ആണ് for the migration. Then ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇതെന്താ? cannot regulate, cannot conform, cannot migrate. So what will they do? They will suspend the life activities for a short while. They suspend the life activities. എന്താ സസ്പെൻഡിങ് ലൈഫ് ആക്ടിവിറ്റീസ്? തൽക്കാലം ആ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നവരെ they stop all the life activities till the arrival of next favorable season. എന്താ എക്സാമ്പിൾ? ഒരുപാട് എക്സാമ്പിൾസ് അവൈലബിൾ ആണ്. സസ്പെൻഡിങ് ദ ലൈഫ് ആക്ടിവിറ്റീസ്. സസ്പെൻഡ് ദ ലൈഫ് ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ എന്താ? ഇൻ ദ zooplankton there are certain small animals, for you might have heard about that, phytoplankton, zooplankton. Zooplanktons there is a mechanism called I will complete the graph before that. ഇങ്ങനെ രണ്ടെണ്ണം ടെക്സ്റ്റിൽ കാണും. എക്സാമിന് രണ്ടേ ഉണ്ടാവുള്ളൂ. ടെക്സ്റ്റില് മൂന്നാമത്തെ ഗ്രൂപ്പ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. They are called as partial regulators എന്ന് വരച്ചിട്ടുണ്ടാവും. Partial regulators. എക്സ്പ്ലനേഷൻ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. Partial regulators are organisms in which internal environment changes with the external environment to such a distance, then comes normal. ഒരു പരിധി വരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോവും, അതിന്റെ അപ്പുറത്തത് കോൺസ്റ്റന്റ് ആവും. ടെക്സ്റ്റിൽ എക്സ്പ്ലനേഷൻ ഇല്ല, നോട്ട്സിലും ഉണ്ടാവില്ല, ഗ്രാഫിൽ കാണുന്നുണ്ട്. ഒരു തേർഡ് ലൈൻ കൂടെ കാണും. They are called partial regulators are organisms in which internal environment changes with external environment to such a extent then comes normal. ഒരു പരിധിവരെ കൂടിക്കൊണ്ടുപോകും, പിന്നെ നോർമൽ ആവും. Such organisms are called partial regulators. ഗ്രാഫ് റിമൂവ് ചെയ്യുന്നു. ഗ്രാഫിൽ 3 കാര്യങ്ങളേ ഉള്ളൂ. One is called regulators, ഇത് conformers, ഇത് partial regulators. 3 കാര്യങ്ങളേ ഉള്ളൂ. ഇത് രണ്ടും ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. മൈഗ്രേറ്റേഴ്സും സസ്പെൻഡേഴ്സും ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. Then ഞാൻ പറഞ്ഞു വന്നത് what is suspending the life activities. 4ാമത്തെ ഗ്രൂപ്പിന് എക്സാമ്പിളാ പറയുന്നത്. Suspending the life activities. എന്താ എക്സാമ്പിൾ? In the zooplankton there is a phenomenon called as diapause. Diapause means a mechanism. സൂപ്ലാങ്ക്ടൺസിന്റെ ബോഡിക്ക് ചുറ്റും ഒരു കവറിംഗ് ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിസം ആണ് ഡയാപോസ്. അത് സൂപ്ലാങ്ക്ടൺസ് ആണ്. സൂപ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, പ്രൊട്ടിസ്റ്റിൽ വരുന്ന ഗ്രൂപ്പാണ്. അത് കണ്ടീഷൻ മോശമാകുമ്പോ സൂപ്ലാങ്ക്ടൺ വെള്ളത്തിൽ കാണുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും? കണ്ടീഷൻസ് ബാഡ് ആവുമ്പോ അതിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ടായിട്ട് അതൊരു സ്ലീപ്പിംഗ് കണ്ടീഷനിൽ പോവും.
Then in the case of amoeba, there is a phenomenon called as encystement. എന്ന് പറഞ്ഞാൽ സിസ്റ്റ് ഉണ്ടാവുന്ന പ്രോസസ് ആണ്. അതായത് അമീബ അക്വാട്ടിക് ആണ്. അതിന്റെ കണ്ടീഷൻസ് മോശമാകുമ്പോൾ ഡ്രൈ കണ്ടീഷൻ വരുമ്പോൾ അതിന് ചുറ്റും ഒരു കവറിംഗ് സിസ്റ്റ് ഉണ്ടാവും. ഈ കവറിങ്ങിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം ഉണ്ടാവുന്ന പ്രോസസ്സാണ് എൻസിസ്റ്റം എന്ന് പറയുന്നത്. എന്താ, കണ്ടീഷൻ ഡ്രൈ ആയി കഴിയുമ്പോൾ പോണ്ടിൽ വെള്ളമില്ലാതിരിക്കുമ്പോൾ അമീബ ഒരു കവറിംഗ് ഉണ്ടാക്കിയിട്ട് ആ കവറിങ്ങിനുള്ളിൽ ജീവിക്കും. ഏതുവരെ? അടുത്ത റെയിനി സീസൺ ആവുന്നവരെ 4-5 മാസം അത് ആ സിസ്റ്റിന്റെ ഉള്ളിലാണ്. ഒരു സ്ലീപ്പിംഗ് കണ്ടീഷനാണ് എൻസിസ്റ്റം എന്ന് പറയും. എന്തിനാ? ടു എസ്കേപ്പ് ഫ്രം ദ ബാഡ് എൻവയോൺമെന്റ് കണ്ടീഷൻസ്. Then in the bacteria there is a process called spore formation. ബാക്ടീരിയയിൽ സ്പോർ ഉണ്ടാവുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ആ സ്പോർ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ബാക്ടീരിയക്ക് സ്പോറിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റും. എപ്പോഴാണോ കണ്ടീഷൻ ഫേവറബിൾ ആണെന്ന് ആ സമയത്ത് സ്പോർ ബ്രേക്ക് ചെയ്തിട്ട് ബാക്ടീരിയ കംസ് ഔട്ട്. അതാണ് സ്പോർ ഫോർമേഷൻ ഉണ്ടെന്നത്. Then in the seed there is a phenomenon called as dormancy. സീഡ് ആവുമ്പോ ഡോർമൻസി എന്ന് പറയും. സീഡിന്റെ ഉള്ളിൽ ഒരു തിക്ക് കവറിംഗ് ഉണ്ടാക്കിയിട്ട് സീഡ് വിൽ റിമെയിൻ ഇൻ ദ സ്ലീപ്പിംഗ് കണ്ടീഷൻ ടിൽ ദ അറൈവൽ ഓഫ് നെക്സ്റ്റ് ഫേവറബിൾ സീസൺ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡോർമൻസി. ചില സീഡൊക്കെ ഉണ്ടാവല് ഫെബ്രുവരി, മാംഗോന്റെ സീഡ് ഉണ്ടാവല് ഫെബ്രുവരി മാർച്ചിലാണ്. അത് മുളക്കണമെങ്കിൽ ജൂലൈ ആവണം. എന്തുകൊണ്ടാ? അത് മാർച്ചിൽ മുളക്കൂല. ഇറ്റ് വിൽ നോട്ട് ജെർമിനേറ്റ് ഇൻ ദ മാർച്ച് ബിക്കോസ് മാർച്ചിൽ ജെർമിനേറ്റ് ചെയ്താൽ ഏപ്രിലും മെയിലും ഡ്രൈ സീസൺ ആണ്. ഇറ്റ് കനോട്ട് ഗ്രോ. അപ്പൊ അത് മഴ വരുന്നവരെ സീഡ് അതിന്റെ ഉള്ളിലായിരിക്കും. സീഡ് സ്ലീപ്പിംഗ് കണ്ടീഷനിലായിരിക്കും. സ്ലീപ്പിംഗ് കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കോൾ ഇറ്റ് ആസ് ഡോർമൻസി എന്ന് പറയും. എ സ്ലീപ്പിംഗ് കണ്ടീഷൻ. Then in the desert animals there is a process called hibernation. ഡെസേർട്ട് ആനിമൽസില് ഒരു പ്രോസസ് ഉണ്ട്, അതിനെ ഹിബർനേഷൻ എന്ന് പറയും. വേറെ പ്രോസസ് ഉണ്ട് ഏസ്റ്റിവേഷൻ. ഒന്ന് ഏസ്റ്റിവേഷൻ ആൻഡ് ഹിബർനേഷൻ. ഒന്ന് വിന്റർ സ്ലീപ്പാണ്, ഒന്ന് സമ്മർ സ്ലീപ്പാണ്. ഡെസേർട്ട് ആനിമൽസ് ദേ ആർ ഫേസിങ് ഏറ്റവും കൂടുതൽ ബാഡ് കണ്ടീഷൻ ഫേസ് ചെയ്യുന്നത് ഡെസേർട്ട് ആനിമൽസ് ആണ്. ആ ഡെസേർട്ട് ആനിമൽസ് എന്ത് ചെയ്യും? നല്ല ക്ലൈമറ്റ് ഹോട്ട് ആവുമ്പോൾ ഇറ്റ് ഹാസ് ടു എസ്കേപ്പ് ഫ്രം ദ ഹോട്ട് കണ്ടീഷൻ. അതേപോലെ കോൾഡ് ഡെസേർട്ട് ഉണ്ട്, ടെമ്പറേച്ചർ മൈനസിൽ താഴെ പോവും. ദേ ഹാവ് ടു സഫർ ദാറ്റ്. അപ്പൊ അങ്ങനെയുള്ള സീസൺ വരുമ്പോ, ഭയങ്കര ഹോട്ട് ക്ലൈമറ്റ് വരുമ്പോ, ഭയങ്കര കോൾഡ് ക്ലൈമറ്റ് വരുമ്പോ അത് നടക്കുന്ന പ്രോസസ്സാണ്. ഒന്ന് ഹിബർനേഷൻ ആണ്, ഒന്ന് വിന്റർ സ്ലീപ്പാണ്, ഒന്ന് സമ്മർ സ്ലീപ്പാണ്. ബറോയിങ് ആനിമൽസ് ആണ്. അതിന്റെ ഉള്ളിൽ പോയിട്ട് ബറോസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് 5-6 മാസം അത് സ്ലീപ്പിംഗ് ആയി നിൽക്കും. അത് ആക്ടിവിറ്റീസ് ഇല്ല. ആ സമയത്ത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് മിനിമമാണ്, റെസ്പിറേഷൻ മിനിമമാണ്, ഡൈജഷൻ മിനിമമാണ്, ഗ്രോത്ത് മിനിമമാണ്, എല്ലാം മിനിമമാണ്. ഒരു സ്ലീപ്പിംഗ് കണ്ടീഷനാണ്. അങ്ങനെയുള്ള 5-6 മാസം സ്ലീപ്പിംഗ് കണ്ടീഷനിൽ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ നിൽക്കുന്ന പ്രോസസ് ആ ടൈമാണ് ഹിബർനേഷൻ, എസ്റ്റിവേഷൻ. അങ്ങനെ ലിവിംഗ് ഓർഗാനിസംസ്, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസം, റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കൺഫോം ചെയ്യാൻ പറ്റില്ല, മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. So what they are doing is that they are suspending the life activities till the arrival of next favorable season. അപ്പൊ അങ്ങനെ അടുത്ത ഫേവറബിൾ സീസൺ ആകുന്നവരെ കണ്ടീഷൻസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെക്കുന്ന ഓർഗാനിസംസ് നമ്മൾ കോൾ ഇറ്റ് ആസ് സസ്പെൻഡേഴ്സ് എന്ന് പറയും. സോ there are 4 groups of living organisms based on the response. എങ്ങനെയാണ് ലിവിംഗ് ഓർഗാനിസം സറൗണ്ടിങ്സുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് 4 ഗ്രൂപ്പാണ്. One is called regulators, organisms in which they are trying to keep internal environment constant by various mechanisms. Then conformers are organisms in which internal environment changes with the external environment. They are called as cold-blooded organisms. They have no constant metabolic activity. So the life of conformers are not successful like 2 regulators or mammals. Then migrators, then ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ഗ്രൂപ്പ് ആയിട്ട് ഒരു പ്ലേസ് ടു മറ്റേ പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നു. അതിന് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നു. ഇതും ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസം, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസത്തിനും ജീവിക്കണം. They are also, they have to live, അതിനും ജീവിക്കണം. So they suspend the life activities till the arrival of next favorable season. So there are 4 group of organisms. This is an important question for your public examination. A question carrying 3 marks. 3 മാർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് ആണെങ്കിൽ 3 മാർക്ക് ആവാം, ഇത് 3 മാർക്ക് ആവാം. റെഗുലേറ്റേഴ്സ്, വാം ബ്ലഡ് ഓർഗാനിസംസ്, കൺഫോമേഴ്സ്, കോൾഡ് ബ്ലഡ് ഓർഗാനിസംസ്, മൈഗ്രേറ്റേഴ്സ് ആൻഡ് സസ്പെൻഡേഴ്സ്. ടെക്സ്റ്റിൽ ഒന്നുകൂടി ഗ്രാഫില് we have another partial regulators also there. Okay, നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് നോട്ട്സ് എഴുതുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. Okay, thank you for that.